ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു യൂട്യൂബ് ചാനൽ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കേരള വിഷൻ ബ്രോഡ്ബാൻഡിന്റെ റീചാർജ് ഫോൺ പേ വഴി എങ്ങനെയാണ് അടയ്ക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. നമുക്കെന്നാൽ നേരെ വീട്ടിലോട്ട് പോയാലോ. അപ്പം നമുക്കെന്നാൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ആദ്യം തന്നെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം റീചാർജ് ആൻഡ് ബിൽസ് ഉണ്ട്. അതിന് ഫുൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫുള്ള് ഡീറ്റെയിൽസ് വരുന്നത് അതിനകത്ത് ബ്രോഡ്ബാൻഡ് എന്ന് കാണാൻ കഴിയുന്നതാണ്. നമ്മൾ നേരത്തെ കേരള വിഷൻ ചെയ്തുകൊണ്ട് തന്നെ അത് ഡിലീറ്റ് ചെയ്തിട്ടെന്ന് കാണിക്കാതെ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സെർച്ച് പ്രൊവൈഡർ എന്ന് പറഞ്ഞ് കൊടുത്തതിനകത്ത് കേരള എന്നടിക്കുമ്പോൾ തന്നെ നമ്മൾ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡിൻ്റെ പേരും കാര്യങ്ങളും കാണാൻ കഴിയുന്നതാണ്. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്ന യൂസർ നെയിം കൊടുക്കുക എന്നുള്ളതാണ്. യൂസർ നെയിം എങ്ങനെയാണ് കിട്ടുന്നതെന്നായിരിക്കും ചിലരുടെ ചിന്ത. നമ്മൾ ആദ്യം തന്നെ നമ്മൾ ബ്രോഡ്ബാൻഡ് എടുക്കുമ്പോൾ തന്നെ നമുക്കൊരു യൂസർ നെയിമും പാസ്വേഡും അവർ നമുക്ക് തരുന്നതാണ്. ആ യൂസർ നെയിമാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. നമുക്കിനി കൊടുത്തതിന് ശേഷം കാണാം. അങ്ങനെ നമ്മൾ യൂസർ നെയിം കൊടുത്തു. നിതിൻ 7637 നമ്മുടെ യൂസർ നെയിമും കാര്യങ്ങൾ. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് വരും. ഈ 470 ഇപ്പോൾ എങ്ങനെ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിന്യൂസ് ഇട്ട് ഏത് പ്ലാനാണോ ചെയ്യുന്നത് ആ എമൗണ്ട് ആയിരിക്കും വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്ലാനിനകത്ത് ചേഞ്ചും കാര്യങ്ങളും വരുത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ ആപ്ലിക്കേഷനകത്ത് കയറുക. അതിനുശേഷം ചേഞ്ച് ചെയ്യാം. അതിനുശേഷം നമുക്ക് പേ കൊടുക്കാം. പേ കൊടുക്കുന്നത് പറയുമ്പോൾ നമുക്ക് കൺവീനിയൻസ് ഫീസ് 3 രൂപ വരും. അപ്പോൾ ടോട്ടൽ 473 രൂപ അടയ്ക്കണം. നമുക്ക് ഈ പ്ലാൻ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കേരള വിഷൻ്റെ ബ്രോഡ്ബാൻഡ് ആപ്ലിക്കേഷനകത്ത് കയറിയ മാറ്റം വരുത്താം. സ്പീഡിൻ്റെ അനുസരിച്ച് എമൗണ്ടുകൾ മാറും. പിന്നെ മാസങ്ങൾ മാറാം, വർഷങ്ങളോട് ചെയ്യാവുന്ന പ്ലാനുകളുണ്ട്. അങ്ങനെ ഒരുപാട് പ്ലാനുണ്ട്. പിന്നീട് അത് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് ആയിരിക്കും പിന്നീട് നമുക്ക് വരുന്നത് കേട്ടോ. നമുക്കെന്നാൽ പേയും കാര്യങ്ങളും ചെയ്താലോ. ടോട്ടൽ വരുന്നത് 473 രൂപയാണ്. നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഓക്കെ ആണോ എന്ന് നോക്കണം. അതിനുശേഷം നമുക്ക് പേ കൊടുക്കുക. പേ നൗ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഒരു ബ്ലാക്ക് ആയിരിക്കും കിടന്ന് നമ്മുടെ എംപിൻ്റെയും കാര്യങ്ങൾ അടിച്ചു കഴിഞ്ഞ ശേഷം നമുക്ക് പേയ്മെൻറ്റും കാര്യങ്ങളും ആവുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കേരള വിഷൻ ബ്രോഡ്ബാൻഡിൻ്റെ ആപ്ലിക്കേഷൻ്റെ റീചാർജും കാര്യങ്ങളും ചെയ്യാൻ ഫോൺ പേ വഴി. എൻ്റെ ബ്രോഡ്ബാൻഡ് റീചാർജും കാര്യങ്ങൾ എങ്ങനെയാണ് ഫോൺ പേ വഴി അടയ്ക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ അതുപോലെ നമ്മുടെ ഇൻസ്റ്റയിലും ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഓൺ ദ സ്പോട്ടിൽ നമ്മൾ റിപ്ലൈയും കാര്യങ്ങളും തരുന്നതാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബാണ് എൻ്റെ ഓരോരോ പുതിയ വീഡിയോകൾ ഉണ്ടാക്കാനുള്ള ഇൻസ്പിറേഷൻ പറ്റുന്നത്. എന്തായാലും നമുക്കെന്നാൽ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. പുതിയൊരു വീഡിയോ വരുന്നവരെ ഒരു ചിന്ന ബ്രേക്ക്. അപ്പം ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.